ഇസ്രയേലിന് വഴങ്ങിക്കൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിലില്ലെന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത്. ആക്രമണം നിർത്തുക, സൈന്യം പിൻവാങ്ങുക, പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള പഴയ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നും ഹമാസ് സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറയുന്നു. യുദ്ധം 6ാം മാസത്തിലേക്ക് കടന്നിരിക്കെ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരുന്നതായും അൽ-ഖസാം ബ്രിഗേഡ് വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇസ്രയേൽ മാത്രമല്ല തീരുമാനിക്കേണ്ടതെന്നും അബു ഉബൈദ പറയുന്നു. അതേസമയം ഗാസയിൽ തുറമുഖം ഒരുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രഖ്യാപനം വെറും പ്രചാരണ തന്ത്രമാണെന്ന് പൊതുവെ വിമർശനം വരുന്നുണ്ട്. സൈപ്രസിൽ നിന്ന് നേരിട്ട് ഗാസ തീരത്തേക്ക് സഹായം എത്തിക്കാൻ കഴിയും വിധം ഗാസയിൽ തുറമുഖം സൃഷ്ടിക്കുമെന്നാണ് US കോൺഗ്രസിലെ വാർഷിക പ്രഭാഷണത്തിൽ ജോ ബൈഡൻ പറഞ്ഞത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ആ തുറമുഖം. ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയും ആ തുറമുഖവുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബൈഡൻ്റെ പ്രഖ്യാപനം ഗാസയിലെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആത്മാർത്ഥമായൊരു ശ്രമം അല്ലെന്നാണ് മനസ്സിലാവുന്നത്. ഇസ്രയേലിനെ കണ്ണടച്ച് പിന്തുണക്കുന്നതിൽ നിന്നും സ്വന്തം രാജ്യത്തും അന്താരാഷ്ട്ര രംഗത്തും വലിയ വിമർശനങ്ങൾ അമേരിക്കയ്ക്ക് നേരെ ഉയരുന്നുണ്ട്. അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ളൊരു തന്ത്രമാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഗാസയിൽ പട്ടിണി മരണങ്ങൾ വീണ്ടും കൂടുകയാണ്. ഇതൊഴിവാക്കാൻ റാഫയിലൂടെയും മറ്റ് കരമാർഗത്തിലൂടെ തന്നെ അന്താരാഷ്ട്ര സഹായം എത്തിക്കാൻ ഇസ്രയേലിനെ അമേരിക്ക നിർബന്ധിക്കുകയാണ് വേണ്ടതെന്ന് UN ഏജൻസികൾ പറയുന്നു. റമദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുൻപേ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കെയ്റോ ചർച്ചയിൽ ഇസ്രയേൽ സഹകരിക്കാതെ ഇരുന്നതോടെ അത് പരാജയമായി മാറുകയായിരുന്നു. അതോടെ ഹമാസിൻ്റെ പ്രതിനിധി സംഘം കെയ്റോയിൽ നിന്ന് മടങ്ങി വരികയും ചെയ്തു. ചർച്ച വീണ്ടും അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നാണ് സൂചനകൾ. CIA മേധാവി വില്യം ബേൺസ് കെയ്റോയിൽ നിന്ന് ദോഹയിലെത്തി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി സജ്ജീകരിക്കുന്ന സമുദ്ര ഇടനാഴി പദ്ധതിയിൽ UAEയും പങ്കാളികളാകും. ഇതിൻ്റെ പരീക്ഷണാർത്ഥം വെള്ളിയാഴ്ച ഒരു സഹായ കപ്പൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സൈപ്രസിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ സഹായ കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായം എത്തിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുള്ളത്. നേരത്തെ വ്യോമമാർഗം ഈജിപ്തിൽ എത്തിച്ച് റഫ അതിർത്തി വഴി മാത്രമാണ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത്. ഇതുവഴിയുള്ള സഹായം കൊണ്ട് ഒന്നും ആകാതെ വന്ന അവസ്ഥയിലാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ പുതിയ വഴി തേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർ ഡ്രോപ്പ് ചെയ്ത UAE സഹായ വസ്തുക്കൾ എത്തിച്ചിരുന്നു. സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന അവസരത്തിൽ പാരച്യൂട്ടുകൾ തുറക്കാതെ വന്നതോടെ ചില വസ്തുക്കൾ താഴെ നിന്നവരുടെ മേൽ വീഴുകയും 5 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് സമുദ്ര ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും മുക്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതേസമയം വെസ്റ്റ് ബാങ്കിൽ 3500 പുതിയ അനധികൃത നിർമ്മാണങ്ങൾ നടത്താനുള്ള ഇസ്രയേൽ നീക്കത്തെ അപലപിച്ചുകൊണ്ട് കുവൈറ്റും രംഗത്തെത്തി. ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിയിലാക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് കുവൈറ്റിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. സുരക്ഷിതമായ ജീവിതം ആസ്വദിക്കാൻ പലസ്തീനികൾക്ക് അവകാശമുണ്ട്. ഇസ്രയേലിൻ്റെ നിയമലംഘന പ്രവൃത്തികൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹവും സുരക്ഷാ കൗൺസിലും ഇടപെടണമെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി ആവശ്യപ്പെടുന്നു.